10ാം ക്ലാസ് മദ്രസയിലെ ഫിഖ്ഹ് 10ാമത്തെ പാഠം ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. ഈ പാഠത്തിലെ ചർച്ചാ വിഷയം ഇടപാടുകൾ, അതിലെ ഖിറാദ്, അതുപോലെ ഖർള്, റഹ്ന്, ശരിക്കത്ത്, ഇവയൊക്കെ എന്താണ്, വക്കാലത്ത് എന്താണ്, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ചർച്ചയിൽ വരുന്നത് ഖിറാദാണ്. ഖിറാദ് എന്ന് പറഞ്ഞാൽ കച്ചവടം ചെയ്യാൻ വേണ്ടി സംഖ്യ കൊടുക്കുക, എന്നിട്ട് മറ്റൊരാൾ കച്ചവടം ചെയ്യുക, എത്രയാണ് ലാഭവിഹിതം എന്ന് നേരത്തെ തീരുമാനിക്കുക, ഈ സംഖ്യ ഇറക്കിയ ആൾക്കാർക്ക് അതിന്റെ ലാഭം കൊടുക്കുക, അങ്ങനെ ചെയ്യുന്ന കച്ചവടമാണ് ഖിറാദ്. അതിൽ ഉണ്ടാകേണ്ട നിബന്ധന, ഇതിന് മറ്റൊരു പേരുണ്ട്, മുളാറബ എന്ന പേരുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട നിബന്ധനകൾ, മാലിക് അഥവാ സംഖ്യ ഇറക്കുന്ന ആള്, പിന്നെ ആമില് അവിടെ ജോലി ചെയ്യുന്ന ആള്, രണ്ടാൾക്കാർക്കും തസറുഫ് അധികാരം ഉണ്ടാകണം. അതായത് ഞാനൊരു സംഖ്യ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സംഖ്യക്ക് എനിക്ക് ഉടമസ്ഥാവകാശം ഉണ്ടാകണം, അത് കൈകാര്യം ചെയ്യാനുള്ള അധികാരമുള്ള ഞാനാണ് അത് കൊടുക്കേണ്ടത്. ജോലി ചെയ്യുന്ന ആൾക്ക് അതെടുത്ത് ക്രയവിക്രയം ചെയ്യാനും അധികാരം ഉണ്ടാകണം. അങ്ങനെ ആകുമ്പോഴാണ് അത് സുതാര്യമായി നടക്കുക. പിന്നൊന്ന്, ഈ കൊടുക്കുന്ന സംഖ്യ അത് നഖ്ദായിരിക്കണം. അതായത് ഇത്ര സംഖ്യ എന്ന് അളവുണ്ടാകണം. അതിന്റെ ഒരു എത്രയാണ് എന്നുള്ള ഖദർ അത് വ്യക്തമായിരിക്കണം. പിന്നെ അതിന്റെ ലാഭം, ആ ലാഭം ഇവർ രണ്ടുപേർക്കും ആയിരിക്കണം. അത് ഈ മാലിക്കും അതുപോലെ ആമിലുമാണ് ഉണ്ടാകുക. മാലിക് എന്ന് പറഞ്ഞാൽ അതിന്റെ ക്യാഷ് ഇറക്കുന്ന ഉടമസ്ഥൻ, ആമിൽ എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുന്ന ആള്. ഇത് ഇവര് രണ്ടാൾക്കുമാണ് ആ റിബഹ് വരേണ്ടത്. ആ റിബഹ് പിന്നെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ പാടില്ല. അത് ഇവർ രണ്ടുപേരുടെ ഇടയിൽ വിഹിതം ചെയ്യപ്പെടണം. എത്ര ശതമാനമാണ് എന്നുള്ളത് നേരത്തെ തീരുമാനിക്കണം. ഇതൊക്കെയാണ് അതിലെ പ്രധാനപ്പെട്ട ഭാഗം. ഇൻഷാ അല്ലാഹ് നമുക്ക് കിതാബിന്റെ ഉദ്ധരണിയോടുകൂടെ വിഷയത്തിലേക്ക് വരാം. അൽ വഹ്ദത്തുൽ ആശിറ 10ാമത്തെ ചാപ്റ്റർ. അൽ മുആമലാത്ത്, ഇടപാടുകൾ. 2 ചാപ്റ്റർ ഉണ്ട് മുആമലാത്ത്. അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ ആണിത്. ഖാല തആല വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. ഇത് സൂറത്തുൽ മാഇദയിലാണ്. ഈ സൂറത്തുൽ മാഇദ അതിന്റെ തുടക്കത്തിൽ തന്നെയാണ്. രണ്ടാമത്തെ ആയത്താണിത്. ഈ വിശാലമായ ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഹില്ലു ശആഇറല്ലാഹി വല ശഹറൽ ഹറാമ വലൽ ഹദിയ വലൽ ഖലാഇദ വലാ ആമീനൽ ബൈത്തൽ ഹറാമ യബ്തഗൂന ഫളൻ മിർ റബ്ബിഹിം റിദ്വാന വഇദാ ഹലൽതും ഫസ്താദു വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അൻ തസദ്ദൂകും അനിൽ മസ്ജിദിൽ ഹറാമി അൻ തഅതദു വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. ഈ ആയത്ത് പൂർണ്ണമായി പഠിപ്പിക്കുന്ന ഒരു ആദർശം, പ്രത്യേകം പ്രതികൂല സാഹചര്യം ഉണ്ടായാൽ പോലും നിയമങ്ങൾ ലംഘിക്കരുത്, നീതി ഉണ്ടാകണം, പരസ്പരം തഖ്വയുടെ പേരിൽ സഹകരിക്കണം, കുറ്റങ്ങളുടെ പേരിൽ പരസ്പരം സഹായിക്കരുത്, സഹായിക്കേണ്ടത് നന്മയുടെ പേരിലാണ് എന്ന് പഠിപ്പിക്കുന്ന ആയത്താണിത്. തആവനു അലൽ ബിർരി വത്തഖ്വ, നിങ്ങൾ ഗുണത്തിന്റെയും തഖ്വയുടെയും പേരിൽ പരസ്പരം സഹായിക്കൂ. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, ശത്രുതയുടെയും കുറ്റങ്ങളുടെയും പേരിൽ പരസ്പരം നിങ്ങൾ സഹായിക്കരുത്. വത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ തഖ്വ ചെയ്യണം. ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അള്ളാഹു തീർച്ചയായും ശക്തമായി ശിക്ഷിക്കുന്നവനാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തുൽ മുനാഫിഖ് സലാസ്, മുനാഫിഖിന്റെ ലക്ഷണം 3 ഇദാ ഹദ്ദസ കദബ, സംസാരിക്കുമ്പോൾ കളവ് പറയുക, വൈദ വഅദ അഖ്ലഫ, വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കുക, വൈദ തുമിന ഖാന, വിശ്വസിച്ചാൽ അവരെ വഞ്ചിക്കുക. ഇതാണ് മുനാഫിഖിന്റെ ലക്ഷണം. ഇതാണ് ഈ ആയത്തിൽ. വൈൻ സ്വാമ വസ്വല്ല, നിസ്കരിക്കുകയും നോമ്പുകയൊക്കെ ചെയ്താലും, വസഅമ അന്നഹു മുസ്ലിമുൻ, മുസ്ലിമാണ് എന്ന് വാദിക്കുകയൊക്കെ ചെയ്താലും ഇത് മുനാഫിഖിന്റെ ലക്ഷണമാണ്. വൈദ തുമിന ഖാന, വിശ്വസിച്ചാൽ വഞ്ചിക്കുക എന്ന മുനാഫിഖിന്റെ ലക്ഷണം ഉണ്ടാകരുത് എന്നതാണ് ഈ ഹദീസും നമ്മളെ വിഷയവുമായിട്ടുള്ള ബന്ധനം. അതായത് നമ്മളെ വിശ്വസിച്ച് ഒരു ഇടപാട് നടക്കുമ്പോൾ ആ ഇടപാടിൽ വിശ്വസിച്ചവരെ നമ്മൾ എന്ത് ചെയ്യരുത്,
വഞ്ചിക്കരുത്. ഇതാണ് ഇതിലെ പാഠം. ഇനി ഖിറാദാണ് നമ്മൾ ചർച്ചയിലേക്ക് എടുക്കുന്ന വിഷയം. ഖിറാദിന്റെ മറ്റൊരു പേരാണ് മുദാറബ. വഹുവ അൻ യഅഖിദ അല മാലി യദ്ഫഉഹു ലിഗൈരിഹി. ഒരു സമ്പത്ത് ഉപയോഗിച്ച് ഇടപാട് നടത്തുക. അൻ യഅഖിദ ഇടപാട് നടത്തുക അല മാലിൻ ഒരു സ്വത്ത് ഉപയോഗിച്ച്, യദ്ഫഉഹു ലിഗൈരിഹി ആ കാശ് ഉടമസ്ഥൻ മറ്റൊരാൾക്ക് നൽകുന്നു, ലിയത്തജിറ ഫീഹി അയാൾ അതിൽ ബിസിനസ് ചെയ്യാൻ. അപ്പൊ അയാൾ ക്യാഷ് ഇറക്കുന്നില്ല, അയാൾ ബിസിനസ് ചെയ്യുന്നു, ഒരാൾ ക്യാഷ് ഇറക്കുന്നു. അല അയ്യക്കൂന റിബുഹു ലാഭം ആയിരിക്കണം എന്ന മാനദണ്ഡത്തിൽ, മുസ്തറക്കൻ ബൈനഹുമ ലാഭം രണ്ടുപേരും പങ്കിട്ടെടുക്കും, രണ്ടുപേർക്കും പങ്കാളിത്തം ഉണ്ടാകും. വയുക്കാലു ലഹു അൽ മുദാറബത്തു ഐലൻ മുദാറബ എന്നുകൂടി ഇതിന് പറയപ്പെടും. വയുസ്തറത്തു ഫീഹി അൻ യകൂന കുല്ലും മിനൽ മാലിക്കി വൽ ആമിലി. ഇതിലെ ഷർത്താണ് എന്ത്? അൻ യകൂന കുല്ലും മിനൽ മാലിക് ഉടമസ്ഥൻ, അതുപോലെ വൽ ആമിൽ ഈ പ്രവർത്തിക്കുന്ന ജോലി ചെയ്യുന്ന ആള്, ഇവര് രണ്ടുപേരും ആരായിരിക്കണം? ജായിസത്ത് തസറുഫി കൈകാര്യം ചെയ്യാൻ പറ്റുന്നവരായിരിക്കണം. അഥവാ ക്യാഷ് കൊടുക്കുന്നവർക്ക് അയാൾക്ക് ആ ക്യാഷ് കൈകാര്യം ചെയ്യാൻ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അധികാരം ഉണ്ടാകണം. ക്യാഷ് കൊണ്ട് ജോലി ചെയ്യുന്ന ആൾക്ക് അയാൾക്ക് വാങ്ങാനും കൊടുക്കാനുള്ള അധികാരം ഉണ്ടാകണം. അപ്പോഴാണ് ആ ബിസിനസ് സുതാര്യമായി നടക്കുക. അപ്പൊ കൗനുൽ മാലി നഖ്ദൻ മഅലൂമൻ, അതുപോലെ ഈ കൊടുക്കുന്ന മാല് നഖദ് ആയിരിക്കണം, ഒരു സംഖ്യ ആയിരിക്കണം, അഥവാ നാണയമായിരിക്കണം. തസറുഫ് ചെയ്യാൻ പറ്റണമെങ്കിൽ നാണയമാകണം. മഅലൂമൻ ഒരു നിശ്ചിത നാണയമാകണം. ജിൻസൻ വ ഖദറൻ വ സിഫത്തൻ. എന്താണ് മഅലൂമാകുക എന്ന് പറഞ്ഞാൽ അത് അറിയപ്പെട്ടതാകണം. ജിൻസ് അതായത് ക്യാഷ്, വെള്ളിയാണോ സ്വർണമാണോ അതല്ലെങ്കിൽ രൂപയാണോ എന്താണ് എന്നുള്ളത്. ഖദറൻ എത്രയാണ്. സിഫത്തൻ ചില സമയത്ത് സിഫത്ത് ആവശ്യം ഉണ്ടാവും, എല്ലായ്പ്പോഴും സിഫത്ത് ആവശ്യം ഉണ്ടാവൂല. മുസല്ലമൻ അത് ഏൽപ്പിക്കപ്പെടണം. ഇലൽ ആമിലി ഈ ആമിലിലേക്ക് ഏൽപ്പിക്കപ്പെട്ടതാകണം. ആമിലിലേക്ക് ഏൽപ്പിക്കപ്പെടണം, അപ്പോഴാണല്ലോ നടക്കുള്ളൂ. കൗനുർ റിബ്ഹി ബിജമീഇഹി മുസ്തറക്കം ബൈനഹുമ. ഈ ലാഭം എന്തായിരിക്കണം? രണ്ടുപേർക്കും പങ്കാളിത്തം ഉള്ളതാകണം. മഅലൂമൻ ബിൽ ജുസ്ഇയ്യത്തി അതിന്റെ പേഴ്സൻറ്റേജ് എത്രയാണ് എന്നുള്ളത് അറിയപ്പെട്ടതാകണം. നിസ്ഫ് പകുതി, സുലുസ് മൂന്നിലൊന്ന് എന്നൊക്കെ പറയും പോലെ എത്രയാണ് എന്നുള്ളത് അറിയപ്പെടണം. അദമു തഅലീഖിൻ അവിടെ എന്ത് ചെയ്യരുത്? ലാഭം കിട്ടണമെങ്കിൽ ഇന്ന നിബന്ധന ഉണ്ട് എന്ന തഅലീഖ് ഉണ്ടാകാൻ പാടില്ല. തൗഖീത്തിൻ അതായത് ഒരു കൊല്ലം ബിസിനസ് ചെയ്താൽ 6 മാസത്തെ ബിസിനസിന്റെ ലാഭം നിങ്ങൾക്ക് ഉണ്ടാകും, അങ്ങനെ ആകാൻ പാടില്ല. ആ ബിസിനസ് നടക്കുന്ന കാലത്തെ പൂർണ്ണമായിട്ട് എന്തുണ്ടാകണം? ലാഭം പരസ്പരം പങ്കാളിത്തം ഉണ്ടാകണം. കൗനുൽ ഖബൂലി അലൽ ഫൗരി ഇത് ലാഭം വന്നാൽ അത് അപ്പൊ തന്നെ കബൂലാകണം. അത് രണ്ടുപേർക്കും അതിൽ അധികാരം ഉണ്ടാകണം. ലാഭം വന്നാൽ അധികാരം ഉണ്ടാവൂല, പിന്നെന്ത് വേറെന്തോ ഒരു സമയം വരണം എന്നത് ഉണ്ടാകാൻ പാടില്ല. യദുൽ ആമിലി യദു അമാനത്തിൻ ഇവിടെ ഈ ഏൽപ്പിക്കുന്ന ആമിലിന്റെ കൈവശാവകാശം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ക്രയവിക്രയം അത് യദു അമാനത്തിൻ വിശ്വസ്തതയാണ്. മാലം യുക്കസുർ അദ്ദേഹം വീഴ്ച വരുത്താത്തപ്പോൾ വിശ്വസ്തതയാണ്. അയാൾക്ക് ലമാന് അമാനത്ത് ഇങ്ങനെ രണ്ട് ഇതാണ്. ലമാനാകുമ്പോ പകരം നമ്മൾ ഇത് കൊടുക്കണം. അമാനത്താകുമ്പോ നഷ്ടപ്പെട്ടാൽ അതിന് പകരം കൊടുക്കാൻ അദ്ദേഹത്തിന് ഉത്തരവാദിത്വം ഇല്ല. ഫയുസദ്ദഖു അതേസമയത്ത് അദ്ദേഹം വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് പോരായ്മ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പകരം കൊടുക്കണം. ഫയുസദ്ദഖു ബി യമീനിഹി ഈ അമാനത്താകുമ്പോൾ ഉള്ള പ്രത്യേകതയാണ് അദ്ദേഹം സത്യം ചെയ്താൽ അത് സ്വീകരിക്കണം. ഏത് വിഷയത്തിൽ? ഫി നഹ്വി റിബ്ഹിൻ ഇത്രയാണ് ലാഭം, അല്ലെ ലാഭം ഉണ്ട് അല്ലെ ഇല്ല, അല്ലെ ഖുസ്റാനിൻ നഷ്ടം ഇത്രയാണ്, ലാഭം ഇത്രയാണ് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കപ്പെടണം. അദ്ദേഹം സത്യം ചെയ്ത് അതാണ് അമാനത്ത് എന്ന് പറഞ്ഞാൽ ഉള്ള ഒരർത്ഥം. അപ്പോ ഖിറാദ് കഴിഞ്ഞു. ഖിറാദുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്നത് ഖിറാദിന്റെ മറ്റൊരു പേരാണ് മുദാറബത്ത്. ഖിറാദ് എന്ന് പറഞ്ഞാൽ ഒരാള് ക്യാഷ് ഇറക്കുന്നു, മറ്റൊരാൾ ജോലി ചെയ്യുന്നു. അത് രണ്ടുപേർക്കും തസറുഫ് അധികാരം ഉണ്ടാകണം. അതുപോലെ ലാഭം പരസ്പരം പങ്കുവെക്കുന്നതായിരിക്കണം. അത് എത്രയാണ്, ലാഭത്തിന്റെ എത്ര പെർസെന്റേജ് ആണ് എന്നുള്ളത് അറിയണം. ഈ സംഖ്യ ഈ ആമിലിന് ഏൽപ്പിക്കപ്പെടണം. അതിൽ തഅലീഖോ തൗഖീത്തോ ഉണ്ടാകാൻ പാടില്ല. അത് മറ്റൊരു വിഷയമായിട്ട് ബന്ധിപ്പിക്കാൻ പാടില്ല. ലാഭം ഉണ്ടായാൽ അത് ഉടനെ തന്നെ പരസ്പരം പങ്കാളിക്കണം. അതിന്റെ നഷ്ടവും ലാഭവും ഒക്കെ ഈ ആമിലിന്റെ അമാനത്താണ്. അദ്ദേഹം പറഞ്ഞാൽ അത് വിശ്വസിക്കപ്പെടണം. ഇനി ഖർളാണ്. ഖർള് എന്ന് പറഞ്ഞാൽ എന്താണ്? കടം കൊടുക്കുക. അതിനാണ് ഖർള് എന്ന് പറയുക.
അതിന്റെ ഡെഫിനിഷൻ തംലീക്കു ഷൈഇൻ ഹുവ തംലീക്കു ഷൈഇൻ അലാ അൻ യുറദ്ദ മിസ്ലുഹു. ഒരു സാധനം ഒരാൾക്ക് ഉടമപ്പെടുത്തി കൊടുക്കുക, അലാ യുറദ്ദ മിസ്ലുഹു, അതുപോലെയുള്ള ഒന്ന് തിരിച്ചു തരും എന്ന കണ്ടീഷനിൽ. അപ്പൊ ഒരാൾക്ക് ഒരു സംഖ്യ കടം കൊടുക്കുന്നു, അതുപോലെ അത്രയും സംഖ്യ തിരിച്ചു തരണം എന്ന മാനദണ്ഡത്തിൽ, അതിനാണ് ഖർദ് എന്ന് പറയാം. 10 രൂപ കൊടുത്താൽ ആ 10 രൂപയല്ല, 10 രൂപ തിരിച്ചു തരണം. അപ്പൊ മിസിലാണ്, അതന്നെയല്ല സാധനം. വയുസമ്മ സലഫൻ, അതിന് മറ്റൊരു പേരെന്താണ്? സലഫ് എന്നാണ് അതിന്റെ പേര്. ഇതിന്റെ വിധി എന്താണ്? സുന്നത്താണ്. ഫൈദ അഖ്റദ ഷൈഅൻ മറത്തൈനി, അപ്പൊ ഒരാള് ഒരു 2 തവണ കടം കൊടുത്താൽ കാനലഹു അജ്റു സ്വദഖത്തിഹി മറത്തൻ, അത് സ്വതക്ക ചെയ്ത കൂലി ഉണ്ടാവും. ഒരു തവണ സ്വതക്ക ചെയ്ത കൂലി ഉണ്ടാവും 2 തവണ കടം കൊടുത്താൽ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അഖ്റദ വരിഖൻ, ഒരാൾ ഒരു സ്വർണ്ണ നാണയം, ഒരു വെള്ളി നാണയം കടം കൊടുത്താൽ മറത്തൈനി, 2 തവണ കടം കൊടുത്താൽ കാന കഇദിലി സ്വതക്കത്തിൻ, ഒരു കിഴി അല്ലെങ്കിൽ ഒരു ചാക്ക് സ്വതക്ക ചെയ്തതുപോലെ കൂലി ഉണ്ടാകും എന്ന് ഹദീസിൽ കാണാം. മൻ അഖ്റദ വരിഖൻ, ഒരാൾ വെള്ളി നാണയം പിന്നെ കടം കൊടുത്താൽ മറത്തൈനി, 2 തവണ കടം കൊടുത്താൽ കാനക്ക ഐദീലി സ്വതക്കത്തിൻ, ഒരു ചാക്ക് മറത്തൻ, ഒരു തവണ ഒരു ചാക്ക് നാണയം കൊടുത്തതുപോലെ പ്രതിഫലം ഉണ്ടാകും. വയഹ്റുമുൽ ഇഖ്തിറാദു, കടം സ്വീകരിക്കൽ ഹറാമാണ്, കടം ചോദിക്കല്, കടം വാങ്ങൽ ഹറാമാണ്. ഇപ്പോ അല ഗൈരി മുൽത്തരിൻ, അനിവാര്യമല്ലാതെ നിർബന്ധിത സാഹചര്യത്തിൽ അല്ലാതെ കടം വാങ്ങുന്നത് ഹറാമാണ്. ലം യർജുൽ വഫാ, അത് കൊടുത്തു വീട്ടാൻ കഴിയുമെന്ന് ഉറപ്പില്ലാതിരുന്നാൽ, അങ്ങനെ ഒരു പ്രതീക്ഷയില്ലെങ്കിൽ കടം വാങ്ങൽ ഹറാമാണ്. അവരെന്താ ചെയ്യേണ്ടത്? അവര് സഹായം ചോദിക്കാം, അല്ലാതെ കടം വാങ്ങരുത്. വൈന്നമാ യസിഹു മിൻ ജായിസി തസറുഫി, വൈന്നമാ യസിഹു മിൻ ജായിസി തസറുഫി, ഈ ഖർദ് സ്വഹീഹാവൽ ആർക്കാണ്? ജായിസു തസറുഫിൽ നിന്നാണ്, അഥവാ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളിൽ നിന്നാണ് ഖർദ് സ്വഹീഹാവുക. മറ്റൊരാൾ സാധനം എടുത്ത് ഞാൻ കൊടുത്താൽ ആ ഖർദ് സ്വഹീഹാകൂല. ആർക്കാണ് ഇത് സ്വഹീഹാവുക? ലി റഷീദിൻ, ഒരു പ്രാപ്തിയുള്ളവന്, അഥവാ ഒരു വകതിരിവുള്ള ആളായിരിക്കണം. മുഖ്താരിൻ, സ്വയഷ്ടം ചെയ്യാൻ അധികാരമുള്ള ആളായിരിക്കണം. ബി ഈജാബിൻ വ കബൂലിൻ, ഈജാബും കബൂലും വേണം. കടം കൊടുത്തു, ഞാൻ നിനക്കിത് കടം തന്നു എന്ന് പറയാം, മറ്റേ ആൾ അത് സ്വീകരിച്ചു എന്ന് പറയാം. വൽ ഖർദു ബി ശർത്തി നഫ്ഇൻ, ഈ കടം കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വൽ ഖർദു ബി ശർത്തി നഫ്ഇൻ, ഒരു ഉപകാരം നിബന്ധന വെച്ചുകൊണ്ടുള്ള കടം കൊടുക്കൽ. ലിൽ മുഖ്രിദി, മുഖ്രിദിന് ഹറാമാണ്. കടം കൊടുക്കുന്ന ആള് ഞാൻ കടം തരാം, പകരം എനിക്ക് ഇന്ന ഉപകാരം ഇങ്ങോട്ട് തരണം എന്ന് പറയുന്നത് ഹറാമാണ്. ഫാസിദുൻ, ആ ഇടപാട് തന്നെ ഫാസിദാണ്. ഫൈനഹു റിബൻ, അത് പലിശയാണ്. അപ്പോ കടം കൊടുക്കുന്ന സമയത്ത് പകരം മറ്റൊരു കണ്ടീഷൻ വെക്കാൻ പാടില്ല, അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം പ്രതീക്ഷിക്കാം. വൻ നഫ്ഉ ബിലാ ഷർത്തിൻ ജായിസുൻ, അതേസമയത്ത് അങ്ങോട്ടൊരു ഉപകാരം ചെയ്തു കൊടുക്കുന്നത്, ഇപ്പൊ ഒരാളൊരു കടം തന്നു, കടം തിരിച്ചു കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഉപകാരം അധികം അങ്ങോട്ട് കൊടുക്കുന്നത്, സന്തോഷത്തോടെ കണ്ടീഷൻ ഇല്ലാതെ ഷർത്ത് ഇല്ലാതെ അങ്ങോട്ട് കൊടുക്കുന്നത് ജായിസുൻ, ജായിസാണ് എന്ന് മാത്രമല്ല ബൽ മന്ദൂബിൻ, അത് സുന്നത്താണ്. മിനൽ മുഖത്തരിത്, ഈ കടം സ്വീകരിച്ച ആള് തിരിച്ചു കൊടുക്കുമ്പോ സായിദത്ത് കൂടുതൽ കൊടുക്കുകയോ ഉപകാരം ചെയ്യുകയോ ചെയ്യുന്നത് സുന്നത്താണ്. ഈ ഖൗലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഖിയാറക്കും, നിങ്ങളിൽ നല്ലവർ, നിങ്ങളുടെ ഹദീസാണ്, നിങ്ങളിൽ നല്ലവർ അഹ്സനുക്കും ഖളാഅൻ, നല്ല രീതിയിൽ തിരിച്ചു വീട്ടുന്നവരാണ് ഏറ്റവും നല്ലവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ കടം കൊടുക്കൽ പുണ്യമാണ്. കടം കൊടുക്കുമ്പോ 2 തവണ കടം കൊടുത്താൽ 1 തവണ സ്വതക്ക ചെയ്ത പ്രതിഫലമാണ്. അത് സ്വഹീഹാവുക, അത് കൊടുക്കാൻ അധികാരമുള്ളവർ കൊടുക്കുമ്പോഴാണ്. അത് കൊടുക്കുന്ന സമയത്ത് ഉപകാരം ഷർത്ത് വെക്കാൻ പാടില്ല, ഡിമാൻഡ് വെക്കാൻ പാടില്ല. തിരിച്ചു കൊടുക്കുന്ന സമയത്ത് കൂടുതൽ കൊടുക്കുകയോ ഉപകാരം ചെയ്യുകയോ ചെയ്യുന്നത് സുന്നത്താണ്. ഇനി പറയാൻ പോകുന്ന വിഷയം റഹന്, പണയം. എന്താണ് പണയം എന്നുള്ളതാണ് ഇനി ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം. ഹുവ ജഅലു ഐനിൻ യജൂസു ബൈഉഹാ വസീഖത്തൻ ബിദൈനിൻ യുസ്തൗഫാ മിൻഹാ ഇൻദ തഅദ്ദുരി വഫാഇഹി. ഒരാൾ എത്തുന്ന ഒരു സംഖ്യ വാങ്ങുന്നു, ആ സംഖ്യ വാങ്ങുന്ന സമയത്ത് തിരിച്ചു കൊടുക്കാൻ പ്രയാസായാൽ ഈ സംഖ്യ പരിഹരിക്കാൻ പറ്റുന്ന ഒരു വിലയുള്ള ഒരു സാധനം വിറ്റിട്ട് ഇതിന്റെ പരിഹാരം തീർക്കാൻ പറ്റുന്ന ഒരു സാധനം അവരുടെ കയ്യിൽ കൊടുക്കുന്ന, പണയമായി സെക്യൂരിറ്റി ആയി കൊടുക്കുന്നതാണ്
റഹ്ന് എന്ന് പറയുന്നത്. ജഅലു ഐനിൻ, ഒരു വസ്തു കൊടുക്കുക. യജൂസു ബൈഉഹ, ആ വസ്തു എന്തായിരിക്കണം? വിൽക്കാൻ പറ്റുന്നത്. വസീഖത്തൻ, ഒരു സെക്യൂരിറ്റി ആയിട്ട്. എന്തിന്? ബിദൈനിന്, ഒരു കടം വാങ്ങുമ്പോൾ ആ കടത്തിന് സെക്യൂരിറ്റി ആയിട്ട്. യുസ്തൗഫ മിൻഹ, ഈ ഒരു സെക്യൂരിറ്റിയായി വെക്കുന്ന സാധനത്തിൽ നിന്ന് നമുക്ക് വീട്ടാൻ പറ്റണം. ഇന്ദ തഅദ്ദുരി വഫാഇഹി, ഈ സംഖ്യ കൊടുക്കാൻ പ്രയാസമാകുന്ന സമയത്ത് ഈ സെക്യൂരിറ്റി വസ്തു ഉപയോഗിച്ചിട്ട് ആ സംഖ്യ പരിഹരിക്കാൻ പറ്റണം. ഉദാഹരണത്തിന് 1,00,000 രൂപ വാങ്ങുന്നു. അപ്പൊ ഒരു 1,50,000 രൂപ വിലയുള്ള ഒരു സ്വർണം അവരുടെ കയ്യിൽ പണയമായി ഏൽപ്പിക്കുന്നു. ഇത് നിങ്ങളുടെ അടുത്ത് പണയമായിട്ട് വെക്കുകയാണ്. അല്ലെങ്കിൽ ഒരു 1,50,000 രൂപയോ 1,00,000 രൂപയോ വിലയുള്ള മറ്റൊരു വസ്തു അവരുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ഒരു വീടോ പറമ്പോ അങ്ങനെ ഒരു സാധനം അവരെ ഏൽപ്പിക്കുന്നു. അവർക്ക് സെക്യൂരിറ്റി ആയിട്ട് നിശ്ചയിക്കുന്നു. അപ്പൊ വല്ലപ്പോഴും ആ അവധി എത്തിയിട്ട് ഇത് കൊടുക്കാൻ പറ്റാതിരുന്നാൽ രണ്ടുപേരുടെയും സമ്മതത്തോടുകൂടെ അത് വിറ്റിട്ട് ഈ സംഖ്യ വീട്ടി കൊടുക്കുക. ഇതാണ് റഹ്ന് എന്ന് പറയുന്നത്. ഇന്നമാ യസിഹു റഹ്നുമാ യസിഹു ബൈഉഹു, റഹ്ന് സ്വഹീഹാവാനുള്ള കണ്ടീഷൻ എന്താണ്? വിൽക്കൽ സ്വഹീഹാകുന്ന വസ്തു, അതാണ് റഹ്ന് സ്വഹീഹാകാനുള്ള കണ്ടീഷൻ. ഇന്നമാ യസിഹു, അത് ശരിയാകുന്നതാണ്. റഹ്ന് ശരിയാകുന്നതാണ്. മാ യസിഹു ബൈഉഹു, വിൽപ്പന സ്വഹീഹാകുന്ന സംഗതികളായിരിക്കണം. അപ്പൊ നജസാകരുത്, നജസ് വിൽക്കാൻ പറ്റൂല എന്നൊക്കെ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്തല്ലോ. വലോ മുആറൻ, ഇനി അത് വായ്പ വാങ്ങിയ വസ്തു ആണെങ്കിലും റഹ്ന് പറ്റും. പക്ഷെ അത് മറ്റൊരാളെ, വായ്പ നൽകുന്ന ആളെ വഞ്ചിക്കരുത്, അയാളുടെ കൂടെ സമ്മതത്തോടു കൂടെ ആകണം. ബി ഈജാബിൻ വ കബൂലിൻ, റഹ്നിലും ഈജാബും കബൂലും വേണം. മിൻ അഹ്ലി തബറുയിൻ, ആർക്കാണ് റഹ്ന് വെക്കാൻ പറ്റുക? തബറുയിൻ അർഹതയുള്ള ആൾക്കാർക്കാണ് അത് വെക്കാൻ പറ്റുക. തബറു എന്ന് പറഞ്ഞാൽ അത് മറ്റൊരാൾക്ക് വെറുതെ കൊടുക്കാൻ അധികാരമുള്ള ആള്, അവരാണ് അഹ്ലു തബറു, അവർക്കാണ് അത് സ്വഹീഹാവുക. വൽ മർഹൂനു, ഈ പണയം വെക്കപ്പെടുന്ന വസ്തു, യൂളു, അത് ആരെടുത്ത് വെക്കപ്പെടണം? യൂളു, അത് വെക്കപ്പെടണം ഇന്ദ അഹദീമ, രണ്ടിൽ ഒരാളെടുത്ത് വെക്കാം. അവ ഇന്ദ ആഖറ, അല്ലെങ്കിൽ രണ്ടാളല്ലാത്ത ഒരു മൂന്നാം കക്ഷിയുടെ അടുക്കൽ വെക്കാം. ഹസ്ബ മുത്തഫഖ അലൈഹി, രണ്ടാളുടെയും യോജിപ്പുള്ള, രണ്ടാൾക്കും അഭിപ്രായമുള്ള ഒരു മൂന്നാം കക്ഷിയെ ഏൽപ്പിക്കാം. ലാ യദ്മനുൽ മുർത്തഹിനു, ഈ പണയം സ്വീകരിക്കുന്ന ആള് ഉത്തരവാദിയാവുകയില്ല. ഇല്ലാ ബിത്തഅദ്ദി, അതിലൊരു അവിഹിതം വന്നാലല്ലാതെ, അതിലൊരു അശ്രദ്ധ അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റ് വന്നാൽ മാത്രമേ അദ്ദേഹം അതിൽ ഉത്തരവാദിയാവുള്ളൂ. അല്ലെങ്കിൽ അമാനത്താണത്. വാലർ റാഹിനി, ഈ പണയം വെക്കുന്ന ആളാണ് മുഅനുൽ മർഹൂനി, ഈ പണയം വെക്കപ്പെടുന്ന വസ്തുവിന്റെ ചെലവ് വഹിക്കേണ്ടത്. ഒരു വീടാണ്, ആ വീടിന്റെ കറണ്ട് ബില്ല് അടക്കേണ്ടത്, അതിന്റെ മെയിൻ്റനൻസ് വർക്ക് ചെയ്യേണ്ടതൊക്കെ ആ റാഹിനാണ്, പണയം വെക്കുന്ന ആളാണ് അത് നിൽക്കേണ്ടത്. ഒരു പശുവാണ്, ആ പശുവിന്റെ ഭക്ഷണം കൊടുക്കേണ്ടത് ആരാണ്? ഈ റാഹിനാണ്, പണയം വെക്കുന്ന ആളാണ്. വലഹു മനാഫിഉഹു, ആ പണയം വെക്കുന്ന ആൾക്ക് തന്നെയാണ് അതിന്റെ ഉപകാരങ്ങളും. അതിന്റെ പാൽ അവർക്ക് എടുക്കാം, അല്ലെങ്കിൽ വീടിന്റെ താമസിക്കുക എന്നുള്ള ഉപകാരം ആർക്ക് ചെയ്യാം? ഈ പണയം വെക്കുന്ന ആൾക്ക് തന്നെ ചെയ്യാം. കസുക്കിന, വീടാണെങ്കിൽ പണയം താമസിക്കുക എന്ന സൗകര്യം പോലെ. വനിപ്പോ വാഹനമാണെങ്കിൽ വറുക്കൂബ്, അതിൽ വാഹനം ഉപയോഗിക്കുക, യാത്ര ചെയ്യാം, അതൊക്കെ അതിലുള്ളതാണ്. വയഹ്റുമു മിനർ റാഹിനി, പണയം വെക്കുന്ന ആൾക്ക് ഹറാമാണ്. മാ യുഫവ്വിതു ഹഖൽ മുർത്തഹിനി, ഈ പണയം സ്വീകരിച്ച ആൾക്ക് അതിന്റെ ഉപകാരം നഷ്ടപ്പെടുത്തുന്ന, അയാളുടെ അവകാശം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ അതിനെ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു, വിൽക്കാൻ പറ്റാത്ത രീതിയാക്കുക, അതുപോലെ അതിന്റെ ഉപകാരം നശിപ്പിക്കുന്ന രീതിയിൽ അത് ചെയ്യുക എന്നുള്ള ഹറാമാണ്, പാടില്ല. ഔ യൻഖുസു, അല്ലെങ്കിൽ അതിന്റെ ഉപകാരം ചുരുക്കി കളയുന്ന, ഉപകാരം കുറച്ച് കളയുന്ന സംഗതികൾ ചെയ്യുന്നത് ഹറാമാണ്. വയുബാഉ ഇൻദൽ ഹാജത്തി ബിഇദ്നിഹിമ, ആവശ്യം വരുമ്പോൾ രണ്ടാളുടെയും സമ്മതത്തോടുകൂടെ അത് വിൽക്കണം, എന്നിട്ട് പരിഹരിക്കുകയും കൂടെ ചെയ്യും. ഇതാണ് റഹ്ന്. ഇനി ശരിക്കത്ത് അഥവാ കൂറ് കച്ചവടം. നേരത്തെ പറഞ്ഞത് ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നേരത്തെ പറയുന്നത് സംഖ്യ ഒരാൾ ഇറക്കിയിട്ട് മറ്റൊരാൾ ജോലി ചെയ്യുന്നതാണ് നേരത്തെ പറഞ്ഞത്. ഇവിടെ പറയുന്നത് രണ്ടുപേർക്കും പങ്കാളിത്തം ഉണ്ടാകുന്ന രീതിയിലുള്ള പങ്കാളിത്തമാണ് ഇവിടെ പറയുന്നത്. ഇന്നമാ തൊസിഹു ശിർക്കത്തുൽ ഐനാൻ, ശിർക്കത്തുൽ ഐനാന് സ്വഹീഹാകും, അതേ സ്വഹീഹാകുള്ളൂ, മറ്റു പലതും സ്വഹീഹാവുകയില്ല. ഹുവ അൻ യസ്തരിക ഇസ്നാനി ഫി മാലിൻ ലഹുമാ ലിയത്തജിറാ ഫീഹി, രണ്ടാളും കൂടെ എന്ത് ചെയ്യുക? സംഖ്യ ഇറക്കുക.
രണ്ടാളും സംഖ്യ ഇറക്കുക. ഇന്നമാ തുസിഹു ഷിർക്കത്തുൽ ഇനാൻ. എന്താണ് ഷിർക്കത്തുൽ ഇനാൻ? വഹുവ അൻ യസ്തരിക ഇസ്നാനി, രണ്ടുപേര് പങ്കുചേരുക, ഫി മാലിൻ ലഹുമ, രണ്ടാളുടെയും ക്യാഷ് ഉപയോഗിച്ചിട്ട്, ലിയത്തജിറ ഫീഹി, രണ്ടുപേരുമാണ് അതിൽ ബിസിനസ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നതാണ്, രണ്ടാളും ക്യാഷ് ഇറക്കുന്നു, രണ്ടാളും ബിസിനസ് ചെയ്യുന്നു. ഇതാണ് ഷിർക്കത്ത്. അർക്കാനുഹ ഖംസത്തുൻ, 5 റുക്നുകളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ആഖിദാനി, 2 ഇടപാടുകാരിൽ 2 പേര്, ആഖിദാനി 2 പേര്. 2 മാലും മഅഖൂദുൻ അലൈഹി, അവിടെയുള്ള ഈ എമൗണ്ട്. 3 സുയാത്ത്, ഈ വാക്ക്. അപ്പൊ 2 ആഖിദ് 2 മാലും മഅഖൂദുൻ അലൈഹി മൂന്നാമത്തേത്, സുയാത്ത് 4-മത്തേത്, വദിക്റു അമലിൻ, നമ്മൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്നും പറയണം, അത് 5-മത്തത്. ഇങ്ങനെ 5 റുക്നുകളാണ് ഉള്ളത്. നമ്മൾ ഈ ക്യാഷ് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു എന്ന് പറയാം. ഒമിൻ ഷുറൂത്തിഹ, ഇതിന്റെ ഷർത്തുകളാണ് കൗനുൽ മഅഖൂദ് അലൈഹി മിസ്ലിയൻ, ഈ ഇടപാട് നടത്തുന്ന ഈ എമൗണ്ട് ഇറക്കുന്ന സാധനം മിസ്ലിയാകണം. മിസ്ലി എന്ന് പറഞ്ഞാൽ നാണയം, ക്യാഷ് ആകുക. അതായത് സ്വർണം, വെള്ളി അല്ലാത്ത ക്യാഷ് ഒക്കെ ഇത് 3 നഖദിലാണ് വരിക. അല്ലെങ്കിൽ വൽബുരി, മത്ഊമാകണം, അഥവാ ഭക്ഷ്യവസ്തു ആകണം. അപ്പൊ ഈ സാധനങ്ങളാണ് ഒരു വസ്തു വാങ്ങാനും കൊടുക്കാനൊക്കെ ഉപയോഗപ്പെടുന്നത്. ഈ വസ്തുക്കളായതുകൊണ്ടാണ് ഇതിന് ഇത് തന്നെ ആകണമെന്ന് പറയുന്നത്. അപ്പൊ ഈ യത്തഹിദൽ മാലാനി, 2 പേർ ഇറക്കുന്ന ഒരേ ഇത് ആയിരിക്കുകയും ചെയ്യണം. ഒരാൾ ഒന്നും മറ്റൊരാൾ മറ്റൊന്നും ഇറക്കിയാൽ അത് പലപ്പോഴും വിയോജിപ്പിനും കുഴപ്പത്തിനും കാരണമാകും. ആ യത്തഹിദൽ മാലാനി, 2 പേർ ഇറക്കുന്ന എമൗണ്ടും, ഒരാള് ക്യാഷ് ഇറക്കിയാൽ മറ്റൊരാൾ മത്ഊമ്, മറ്റൊരാളെ ഭക്ഷ്യധാന്യം ആകരുത്. ജിൻസൻ വസ്വിഫത്തൻ, 2 പേർ ഇറക്കുന്ന ഐറ്റംസ് ഒന്നാകണം. വസ്വിഫത്തൻ, അതിന്റെ വിശേഷണവും ഒന്നാകണം. അപ്പൊ ഒരാൾ ഗോതമ്പ്, ഒരാൾ അരിയും ഇറക്കരുത്, 2 ഒരേ സാധനം ഇറക്കണം. അതാണ് ഖബലൽ അഖ്ദി, ഇടപാടിന് മുമ്പ് തന്നെ 2 മിക്സ് ചെയ്യണം, 2 ഒരുപോലെ ആയിരിക്കണം പങ്കാളിത്തം. ബിഹൈസുല യതമയ്യസാനി, അത് 2 പിന്നെ വേറെ വേറെ ആകാത്ത വിധം 2 മിക്സ് ചെയ്യണം. ഏതന കുല്ലും മിൻഹുമാലിൽ ആഖരി, ഈ ഇടപാടിലുള്ള ഓരോരുത്തരും അതിലുള്ള മറ്റു വ്യക്തികൾക്ക് പെർമിഷൻ കൊടുക്കണം, സമ്മതം കൊടുക്കണം, ഫി തിജാറത്തി, കച്ചവടം ചെയ്യാൻ. റിബുഹുൽ വൽ ഖുസ്റാനു, അതിലുള്ള ലാഭവും നഷ്ടവും, റിബുഹ് ലാഭം, ഖുസ്റാന് നഷ്ടം, 2 ഖദിരിൽ മാലൈനി, ഓരോരുത്തരുടെയും സ്വത്ത് എത്രയാണോ അതിനനുസരിച്ചായിരിക്കണം. എത്ര ശതമാനമാണ് ഓരോരുത്തരുടെ ഇൻവെസ്റ്റ്മെന്റ്, അതിനനുസരിച്ചായിരിക്കണം ലാഭം. ഇനി ഇതിൽ പറയുന്ന അടുത്ത ഭാഗം തംഫസിഹു, ഇത് ക്യാൻസൽ ആകും, ഈ ശിർക്കത്ത് ക്യാൻസൽ ആകും. ബിഫസ്ഖി അഹദിഹിമ, അതിൽ ഒരാള് ക്യാൻസൽ ചെയ്താൽ അത് ക്യാൻസലായി. മൗത്തിഹി, അല്ലെങ്കിൽ ഒരാൾ മരിച്ചാൽ അത് ക്യാൻസലാണ്. ജുനൂനിഹി വ ഇഗ്മാഇഹി, അല്ലെങ്കിൽ ഒരാൾക്ക് ഭ്രാന്തായാൽ, ഇഗ്മാഇഹി, ഒരാൾക്ക് ബോധക്ഷയായാൽ, അതായത് ബോധം ഇല്ലാതായാൽ, അപ്പോഴൊക്കെ ഇത് ക്യാൻസലാണ്. വലു അസല അഹദുഹുമ അൽ ആഖറ ഇൻ അസല, ഒരാൾ മറ്റൊരാളെ ക്യാൻസൽ ചെയ്താലും അത് ക്യാൻസൽ ആകും. ഒരാൾ ഒഴിവാക്കിയാൽ മറ്റൊരാൾ ഒഴിവാകും. വലിൽ ആഖരി അത്തസറുഫു ഇല അൻ യഅസിലഹു സാഹിബുഹു, ഈ ഏതൊരു കക്ഷിക്കും, ഈ സെക്കൻഡ് പേഴ്സണ് എപ്പോഴും അത്തസറുഫ്, കൈകാര്യം ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇല അൻ യഅസിലഹു സാഹിബുഹു, അയാളുടെ ഈ മറ്റൊരു വ്യക്തി, ആ ഒന്നാം വ്യക്തി 2-ാം വ്യക്തിക്ക് ക്യാൻസൽ ചെയ്യാത്ത കാലത്തോളം അവർക്ക് തസറുഫ്, കൈകാര്യം ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇനി യദു ശരീക്ക് യദു അമാനത്തിൻ, ഇതിലുള്ള ഓരോ ഇൻവെസ്റ്ററുടെയും, ഓരോ പങ്കാളിത്ത ഉള്ള ആളുടെയും അധികാരം എന്ന് പറയുന്നത്, അയാളുടെ ക്രയവിക്രയം എന്ന് പറയുന്നത് വിശ്വസ്തതയാണ്. വിശ്വസ്തതയെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, അയാൾ പറഞ്ഞാൽ അംഗീകരിക്കപ്പെടണം. ഫയുസദ്ദഖു, അതിന്റെ ഒരു രീതിയാണ് ഫയുസദ്ദഖു, അദ്ദേഹത്തെ സ്വീകരിക്കപ്പെടണം. ഫി ദഅവർ റദ്ദി, തിരിച്ചു കൊടുത്തു, ഇല്ല ശരീക്കിഹി, ശരീക്കിന് തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, വൽ ഖുസ്റാനി, അല്ലെങ്കിൽ നഷ്ടം ഇത്രയാണ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വൽ തലഫി, സാധനം നശിച്ചുപോയി എന്ന് പറഞ്ഞാൽ, ഇത്തരം വിഷയങ്ങളിൽ ഈ ആള് പറഞ്ഞാൽ അത് അംഗീകരിക്കപ്പെടണം. ഇതാണ് യദു അമാനത്തിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ശിർക്കത്ത് എന്ന് പറയുന്നതിന്റെ രൂപം
2 വ്യക്തികളാണെങ്കിൽ ആ 2 വ്യക്തിയും ഒരേപോലെ ഒരേ സാധനം എമൗണ്ട് ഇറക്കുന്നു, രണ്ടുപേരും കച്ചവടം ചെയ്യുന്നു, ആ ഇറക്കുന്നത് മിക്സ് ചെയ്യുന്നു, അത് വേറെ വേറെ വെക്കുന്നില്ല, പരസ്പരം ഓരോരുത്തർക്കും അത് കൈകാര്യം ചെയ്യാനുള്ള അധികാരമുണ്ട്. എന്തൊക്കെയാണ് വർക്ക് എന്നത് നേരത്തെ തന്നെ രേഖപ്പെടുത്തണം. അത് ക്യാൻസൽ ചെയ്താൽ ക്യാൻസൽ ആകും. ഒരാൾ മരിച്ചുപോയാലും അയാളുടേത് ക്യാൻസൽ ആകും. അയാളുടെ എമൗണ്ട് അയാൾക്ക് തിരിച്ചു കൊടുക്കണം, അയാളുടെ കക്ഷിക്ക് തിരിച്ചു കൊടുക്കണം. അങ്ങനെ ഈ രീതിയാണ് ഇതിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി ഒരു വിഷയവും കൂടി ഇതിൽ നമ്മൾ ചർച്ച ചെയ്യാനുണ്ട്. വക്കാലത്ത്. വക്കാലത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഏൽപ്പിക്കൽ. ഇവിടെ വക്കാലത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരാളുടെ വർക്ക് മറ്റൊരാളെ ഏൽപ്പിക്കുക, പകരം ഏൽപ്പിക്കാൻ പറ്റുന്ന സംഗതികൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതിനാണ് വക്കാലത്ത് എന്ന് പറയുന്നത്. ഇയ തഫ്വീദു ഷഖ്സിൻ, ഒരു വ്യക്തി ഏൽപ്പിക്കുക, അമ്രഹു അയാളുടെ കാര്യം, ഇല ആഖറ മറ്റൊരാളെ, ഫീമാ യഖ്ബലുൻ നിയാബത്ത പകരം ഏൽപ്പിക്കാൻ പറ്റുന്ന വിഷയത്തിൽ, ലി യഫ്അലഹു ഫി അത് ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുക, ഫി ഹയാത്തിഹി അയാളുടെ ജീവിതകാലത്ത്. മരണത്തിന് ശേഷം ചെയ്യാൻ പറയുന്നത് വസിയത്താണ്, അത് വക്കാലത്തല്ല. ഇതിന് അർക്കാനുഹ അർബഅത്തു 4 റുക്നുകളുണ്ട്. മുവക്കിൽ ഏൽപ്പിക്കുന്ന ആള്, വക്കീൽ ഏൽപ്പിക്കപ്പെടുന്ന ആള്, മുവക്കൽ ഫീഹി ഏൽപ്പിക്കപ്പെടുന്ന കാര്യം, ഈജാബ്, ഇങ്ങനെ 4 കാര്യങ്ങൾ. മുവക്കില്, പിന്നെ 2 വക്കീല്, 3 മുവക്കൽ ഫീഹി ഏൽപ്പിക്കപ്പെടുന്ന കാര്യം, 4 ഈജാബ്. ഇങ്ങനെ 4 റുക്നുകളുണ്ട്. അതിലുള്ള ഷർത്തുകൾ എന്തൊക്കെയാണ്? ഷർത്ത് വയുസ്തറത്തു കൗനു കുല്ലി മിൻഹുമ, ഈ 2 ഏൽപ്പിക്കുന്ന ആളും വക്കീലും രണ്ടുപേരും ജായിസു തസറുഫ് ആയിരിക്കണം, കാര്യം ചെയ്യാൻ പ്രാപ്തരായിരിക്കണം. രണ്ടാമത്തേത് വാൻ തക്കൂനലിൽ മുവക്കിലി, ഈ ഏൽപ്പിക്കുന്ന ആൾക്ക് വിലായത്തുൻ അധികാരം ഉണ്ടാകണം, അലാമ വക്കല ഫീഹി അയാൾ ഏൽപ്പിച്ച കാര്യത്തിന് അയാൾക്ക് അധികാരം ഉണ്ടാകണം. മൂന്നാമത്തേത് കൗനുൽ മുവക്കലി ഫീഹി, ഈ ഏൽപ്പിക്കപ്പെട്ട കാര്യം മഅലൂമൻ അതൊരു അറിയപ്പെട്ട കാര്യമാകണം, വഖാബിലൻ ലിൻ നിയാബത്തി ഏൽപ്പിക്കാൻ പറ്റുന്ന സംഗതിയും ആകണം. അദമുർ റദ്ദി മിനൽ വക്കീൽ, ഏൽപ്പിക്കപ്പെട്ട ആൾ അത് റദ്ദ് ചെയ്യരുത്, റദ്ദ് ചെയ്യാതിരുന്നാൽ അത് സ്വീകരിച്ചു എന്ന അർത്ഥമാകും. ഇന്ത ഈജാബിൽ മുവക്കിൽ, ഏൽപ്പിക്കുന്ന ആൾ ഈജാബ് ചെയ്യുന്ന സമയത്ത് അതിനെ റദ്ദ് ചെയ്യാതിരിക്കണം. അദമു തഅലീഖ് ഉണ്ടായാൽ ഈ ഏൽപ്പിക്കുന്നതിന് അർത്ഥമില്ല. ഏൽപ്പിക്കുമ്പോൾ നിരുപാധികം ഏൽപ്പിക്കുക, ഇന്ന സംഭവം ഉണ്ടായാൽ നിന്നെ ഞാൻ ഏൽപ്പിച്ചു എന്ന് പറയുന്ന തഅലീഖ് ഈ ഇടപാടുകളിലൊക്കെ കർമ്മശാസ്ത്രം വിലക്കുന്നു. കാരണം അത് സുതാര്യത നഷ്ടപ്പെടുത്തുന്നു, ഒരു ഇന്റഗ്രിറ്റി നഷ്ടപ്പെടുത്തുന്നു. തസ്വിഹുൽ വക്കാലത്തു ഫി കുല്ലി അഖ്ദിൻ വഫസ്ഖിൻ വഖബ്ദിൻ വഇഖ്ബാദിൻ വഇസ്ബാത്തി ഹുഖൂഖിൻ ആദമിയ്യത്തിൻ വഇസ്തിഫാഇഹ. തസ്വിഹുൽ വക്കാലത്തു, വക്കാലത്ത് സ്വഹീഹാകും, ഫി കുല്ലി അഖ്ദിൻ ഇടപാടുകൾക്ക് പറ്റും, വഫസ്ഖിൻ അതുപോലെ ഫസ്ഖ് ചെയ്യാൻ പറ്റും, വഖബ്ദിൻ ഒരു സംഗതി ഏറ്റെടുക്കാൻ പറ്റും, ഇത് വാങ്ങാൻ പറ്റും, വഇഖ്ബാദിൻ മറ്റൊരാൾക്ക് കൊടുക്കാൻ ഏൽപ്പിക്കാം, വഇസ്ബാത്തി ഹുഖൂഖിൻ ആദമിയ്യത്തിൻ ഒരു മനുഷ്യന്റെ ഒരു അവകാശത്തെ സ്ഥിരപ്പെടുത്താൻ, വസ്തിഫാഇഹ അല്ലെങ്കിൽ അത് വീട്ടി കൊടുക്കാൻ, ഒരു സക്കാത്ത് കൊടുക്കാനുണ്ട് അത് കൊടുത്തു വീട്ടാൻ ഏൽപ്പിക്കുക. അങ്ങനെയുള്ള ഹുക്കൂക്കുകൾക്കൊക്കെ ഏൽപ്പിക്കാം. വമ്മ ഹുക്കൂഖുല്ലാഹി, അതേസമയത്ത് അള്ളാഹുവുമായിട്ടുള്ള ഹക്ക്, നിസ്കാരം, നോമ്പ്, അത്തരമുള്ള ഹക്കുകൾ, ഫൈൻ കാനത്ത് ഇബാദത്തൻ, അത് ഇബാദത്താണെങ്കിൽ ലം തുസിഹ അതിൽ വക്കാലത്ത് സ്വഹീഹ ആകൂല, ഇല്ലാ ഫിൽ ഹജ്ജി വൽ ഉംറത്തി, ഹജ്ജ് ഉംറയിൽ ഒഴികെ. ഹജ്ജ് ഉംറയിൽ, അതുപോലെ വദബ്ഹി നഹവി ഉദ്ഹിയത്തിൻ, ഉദ്ഹിയത്ത് അറക്കുന്നത് പോലെയുള്ളതിൽ, തഫ്രീഖത്തി സക്കാത്ത് വിതരണം ചെയ്യാൻ, കഫാറത്ത് വിതരണം ചെയ്യാൻ, അവിടെയൊക്കെ ഏൽപ്പിക്കാം. അത് ഇബാദത്താണെങ്കിലും അതിൽ ഏൽപ്പിക്കാം. വൈകാനത്ത് ഹുദൂദൻ, ശിക്ഷ നടപ്പിലാക്കുന്നതാണെങ്കിൽ സ്വഹത്ത്, അവിടെ വക്കാലത്ത് സ്വഹീഹാകും, ഫിസ്തിഫാഇഹ അത് വീട്ടാൻ, അതേസമയത്ത് ദൂന ഇസ്ബാത്തിഹ അത് സ്ഥിരപ്പെടുത്താൻ ഖാദിക്ക് മറ്റൊരാളെ ഏൽപ്പിക്കാൻ പാടില്ല, അത് ഖാദി തന്നെ ചെയ്യണം. വക്കൽ ഇബാദത്ത് പോലെ തന്നെയാണ് അൽ യമീനു സത്യം ചെയ്യൽ, അതിന് മറ്റൊരാളെ ഏൽപ്പിക്കാൻ പറ്റില്ല. വൻ നദറു വശഹാദത്തു നേർച്ചയാക്കുക, ഷഹാദത്ത് സാക്ഷി നിൽക്കുക, ഇതിലും മറ്റൊരാളെ ഏൽപ്പിക്കാൻ പറ്റില്ല. ഇതാണ് വക്കാലത്തുമായി ബന്ധപ്പെട്ട വിഷയം. ഇനി അതിന്റെ തദ്രീബാത്തൊന്ന് നോക്കാം. ആയത്തുൽ മുനാഫിഖ് സലാസുൻ ഇദാ ഹദ്ദസ കദബ വഇദാ വഅദ അഖ്ലഫ വഇദാ തുമിന ഖാന.
വൈൻ സ്വാമ വസല്ല വസാമ അന്നഹു മുസ്ലിം നഖ്റു വനസ്തഈബുൽ മാന. വായിച്ച അർത്ഥം മനസ്സിലാക്കുക. എന്തൊക്കെയാണുള്ളത്? ആയത്തുൽ മുനാഫിഖ് സലാസ്, മുനാഫിഖിന്റെ ലക്ഷണം 3 ഇദാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ കളവ് പറയുക. വൈദാ വഅദ അഖ്ലഫ, വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കുക. വൈദാ തുമിന ഖാന, വിശ്വസിച്ചാൽ വഞ്ചിക്കുക. വൈൻ സ്വാമ വസല്ല, നിസ്കരിക്കുകയും നോമ്പ് നിൽക്കുകയൊക്കെ ചെയ്താലും, വസഅമ അന്നഹു മുസ്ലിം, മുസ്ലിമാണെന്ന് വാദിക്കുകയൊക്കെ ചെയ്താലും അവൻ മുനാഫിഖാണ്, മുനാഫിഖിന്റെ ലക്ഷണമാണ്. അതിന്റെ അർത്ഥം മനസ്സിലായി. മൻ അഖറള വരിഖൻ, ഒരാൾ ഒരു സ്വർണ്ണ നാണയം കടം കൊടുത്താൽ, വരിഖൻ മറത്തൈനി, 2 തവണ, 2 തവണ ഒരാൾ വെള്ളി നാണയം കടം കൊടുത്താൽ, കാനക്ക ഇതിലി സ്വതക്കത്തിൻ മറത്തൻ, ഒരു തവണ ഒരു ചാക്ക് ഇത് സ്വതക്ക കൊടുത്തതുപോലെയാണ്. കടം കൊടുത്താൽ 2 തവണ കടം കൊടുത്താൽ 1 തവണ സ്വതക്ക ചെയ്തതുപോലെ കൂലിയുണ്ട്. ഇനി പറയാൻ പോകുന്നത് നുവല്ലിഹുൽ ആത്തിയ, ശേഷം പറയുന്നത് വിശദീകരിക്കുക, വ്യക്തമാക്കുക. ഖിറാല് എന്താണ്? എന്താണ് ഖിറാല്? ഇതാണ് ഖിറാല്. മാഹു ഖിറാല് എന്താണെന്ന് ചോദിച്ചാല്, ഒരാളുടെ സ്വത്ത് ഇടപാട് നടത്താൻ വേണ്ടി മറ്റൊരാൾക്ക് നൽകുകയും അതിന്റെ ലാഭം 2 പേർക്കും ഇടയിൽ നൽകണമെന്ന മാനദണ്ഡത്തിൽ മറ്റൊരാൾക്ക് നൽകുക, മറ്റൊരാൾ അതിൽ വർക്ക് ചെയ്യുക. ഇതാണ് ഖിറാല് എന്ന് പറയുന്നത്. അതിന് മുദാറബ എന്നുകൂടി പറയും. ഖർള് എന്താണ്? ഖർള് എന്ന് പറയുന്നത് തത്തുല്യമായത് തിരിച്ചു നൽകണം എന്ന മാനദണ്ഡത്തിൽ ഒരാൾക്ക് ഒരു വസ്തു ഉടമപ്പെടുത്തി കൊടുക്കുന്നതിനാണ് ഖർള് എന്ന് പറയുന്നത്. ഇനി റഹ്ന് എന്ന് പറയുന്നത് എന്താണ്? റഹ്ന് എന്ന് പറയുന്നത് ഒരു കടത്തിന്, ആ കടം പൂർത്തിയാക്കി വീട്ടേണ്ട സമയത്ത് അത് പൂർത്തിയാക്കി വീട്ടാൻ പറ്റുന്ന ഒരു വസ്തു അതിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നതിനാണ് റഹ്ന് എന്ന് പറയുന്നത്. റഹ്ന് എന്ന ഇടപാട് അതാണ്. ഷിർക്കത്തുൽ ഐനാൻ, എന്താണ് ഷിർക്കത്തുൽ ഐനാൻ എന്ന് പറയുന്നത്? ഷിർക്കത്തുൽ ഐനാൻ എന്ന് പറയുന്നത് ഒന്നിലധികം പേര് കച്ചവടം ചെയ്യാൻ വേണ്ടി മിസ്ലിയായ, മിസ്ലി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നാണയം അല്ലെങ്കിൽ ഭക്ഷ്യവസ്തു, ഒരേപോലെയുള്ള വസ്തു ഇറക്കുകയും അതിൽ എന്താണ് ഇടപാട് ചെയ്യാൻ പോകുന്നത് എന്ന് നേരത്തെ തന്നെ വ്യക്തമായി തീരുമാനിക്കുകയും ചെയ്ത് ഒന്നിച്ച് ബിസിനസ് ചെയ്യുകയും ലാഭം അവരിറക്കിയതിന്റെ വിഹിതം അനുസരിച്ച് പങ്കുവെക്കുകയും ചെയ്യുന്നതിനാണ് ഷിർക്കത്തുൽ ഐനാൻ എന്ന് പറയുന്നത്. വക്കാലത്ത്, വക്കാലത്ത് എന്ന് പറയുന്നത് എന്തിനാണ്? ഒരാള് പകരമാക്കാൻ പറ്റുന്ന ഒരു സംഗതിയിൽ മറ്റൊരാളെ പകരമാക്കുന്നതിനാണ് വക്കാലത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യം നമ്മൾ പറഞ്ഞു. ഇനി നക്തഷിഫുൽ ഇജാബാത്ത്, ഉത്തരങ്ങൾ. ഇസ്മുൻ ആഖറുലിൽ ഖിറാൽ, ഖിറാലിന്റെ മറ്റൊരു പേര് എന്താണ്? മുളാറബ. ഖിറാലിന്റെ മറ്റൊരു പേരാണ് എന്ത്? മുളാറബ. നമ്മൾ പാഠത്തിൽ അതുണ്ട്. പിന്നെ ഉക്തുബ് ഷുറൂത്തൽ ഖിറാല്, ഖിറാലിന്റെ ഷർത്തുകൾ എന്തൊക്കെയാണ്? ഖിറാലിന്റെ ഷർത്തുകൾ എന്തൊക്കെയാണ്? വയുസ്തറത്തു അയ്യക്കൂന കുല്ലും മിനൽ മാലിക്കി വൽ ആമിലി ജായിസത്ത് തസറുഫി, ഈ ഇടപാടുകാര് 2 പേരും ജായിസു തസറുഫ് ആയിരിക്കണം, കൈകാര്യം ചെയ്യാൻ അധികാരമുള്ള ആളാകണം. പിന്നെ ഈ ഇടപാട് നടത്തുന്ന സ്വത്ത് അത് നഖ്ദും മഅലൂം ആകണം, ഒരറിയപ്പെട്ട നാണയം ആയിരിക്കണം. പിന്നെ ലാഭം 2 പേരുടെയും ഇടയിൽ വിഹിതം ചെയ്യപ്പെടണം, വിഹിതം വെക്കപ്പെടണം. ആ വിഹിതം എത്രയാണെന്നുള്ളത് അറിയപ്പെടണം. പിന്നെ ഇതിന് തഅലീഖ് ഉണ്ടാകാൻ പാടില്ല, കണ്ടീഷൻ വെക്കാൻ പാടില്ല. അതായത് അതിന് ആ ലാഭം പരസ്പരം പങ്കുവെക്കുന്നതിന് തടസ്സമാകുന്ന രീതിയിലുള്ള കണ്ടീഷൻസ് ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെയുള്ള ഷർത്തുകളാണ് ഖിറാലിന്റെ ഷർത്തുകൾ. ഇസ്മുൻ ആഖറുലിൽ ഖർളി, ഖർളിനുള്ള മറ്റൊരു പേര് എന്താണ്? ഖർളിനുള്ള മറ്റൊരു പേരെന്താണ്? യുസമ്മ സലഫൻ, സലഫ് എന്ന് പറയപ്പെടും. പിന്നെ മാ ഹുക്കുമുഹു, അതിന്റെ ഹുക്കും എന്താണ്? സുന്നത്തുൻ, സുന്നത്താണ് അതിന്റെ ഹുക്കും. കടം കൊടുക്കൽ സുന്നത്താണ്. ലിമൻ യസ്വിഹുൽ ഇഖ്തിറാദു, കടം സ്വീകരിക്കൽ ശരിയാകുക ആർക്കാണ്? ആർക്കാണ് കടം സ്വീകരിക്കൽ ശരിയാവുക?
വൈന്നമാ യസിഹു ആർക്കാണ് സ്വയ ലി റഷീദിൻ മുഖ്താരിൻ, റഷീദും മുഖ്താറും അയാൾക്ക് സ്വയേഷ്ടപ്രകാരം ചെയ്യുകയും ഒരു ബുദ്ധിയും പ്രാപ്തിയും എത്തിയ ആൾക്കാണ് അത് സ്വഹീഹാവുക. ഇനി അടുത്തത് അഞ്ചാമത്തത് ഫീമ യസിഹുർ റഹ്നു, റഹന് ഏത് വസ്തുവിലാണ് റഹന് പറ്റുക? റഹന് ഏത് വസ്തുവിലാണ് പറ്റുക? ഇന്നമാ യസിഹു റഹ്നുമാ യസിഹു ബൈഉഹു, വിൽപ്പന നടത്താൻ പറ്റുന്നത് റഹന് ആകാനും പറ്റും. മാ യസിഹു റഹ്നുഹു. വമിമ്മൻ, ആർക്കാണ് ഇത് പറ്റുക? മിൻ അഹ്ലി തബറുഇൻ, അത് അഹ്ലു തബറു, അത് വെറുതെ കൊടുക്കാൻ അധികാരമുള്ളവർ, അവർക്കാണ് സ്വഹിയാവുക. അലാമ യജിബു മുഅനുൽ മർഹൂനി, ഈ റഹ്ന് പണയം വെക്കപ്പെട്ട വസ്തുവിന്റെ ചിലവ് ആര് വഹിക്കണം? ആരാ വഹിക്കേണ്ടത്? റാഹിനാണ് അത് വഹിക്കേണ്ടത്. അല റാഹിനി മുഅനുൽ മർഹൂനി, അതിന്റെ ചെലവ് വഹിക്കേണ്ടത് പണയം വെച്ച ആളാണ്. ഇനി ഏഴാമത്തത് കം റുക്നല്ലി ശിർക്കത്തിൽ ഇനാൻ, ശിർക്കത്തുൽ ഇനാനിന് എത്ര റുക്കിനുണ്ട്? അത് ഏതൊക്കെയാണ്? ശിർക്കത്തുൽ ഇനാനിന് എത്ര റുക്കിനുകളുണ്ട്? അർക്കാനുവ ഹംസത്തുൻ, ആഖിദാനി 2, മാലും ആഖുദുൻ അലൈഹി 3, സ്വീവത്ത് 4, ദിക്റു അമലിൻ, എന്താണ് ജോലി എന്നുള്ളത് പറയുക. ഇങ്ങനെ 5 റുക്കിനുകളാണ് ഉള്ളത്. ഇനി എട്ടാമത്തത് ബയ്യൻ ഷുറൂത്ത ശിർക്കത്തിൽ അനാൻ, ശിർക്കത്തുൽ ഇനാനിന്റെ ഷർത്തുകൾ എന്തൊക്കെയാണ്? ഇൻ ഷുറൂത്തിഹ, അതിന്റെ നിബന്ധന കൗനുൽ മഅഖൂദി അലൈഹി മിസ്ലിയൻ, മിസ്ലിയായിരിക്കുക, അഥവാ നാണയമോ ഭക്ഷ്യവസ്തുവോ ആയിരിക്കുക. രണ്ടുപേരും ഇറക്കുന്നത് ഒരേ വസ്തു ആയിരിക്കുക. അത് ഇടപാട് നടത്തുന്നതിന്റെ മുമ്പ് മിക്സ് ചെയ്യുക. മൂന്നാമത്തത്. നാലാമത്തത് പരസ്പരം അത് കച്ചവടം ചെയ്യാൻ എല്ലാവർക്കും സമ്മതം കൊടുക്കുക. നാലാമത്തത്. അഞ്ചാമത്തേത് ലാഭവും നഷ്ടവും അതിന്റെ അളവിനനുസരിച്ച്, ഓരോരുത്തരുടെയും പെർസെന്റേജിനനുസരിച്ച്, ഇൻവെസ്റ്റിന്റെ പെർസെന്റേജിനനുസരിച്ചായിരിക്കുക. ഇങ്ങനെ 5 നിബന്ധനകളാണ് നമ്മൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഷിർക്കത്തുൽ ഇനാൻ, ഷിർക്കത്തുൽ ഇനാന് ഫസ്ഖാവുക, അത് ക്യാൻസൽ ആകൽ എങ്ങനെയാണ് ക്യാൻസൽ ആകുക? തംഫസിഹു ബി ഫസ്ഖി അഹദിഹിമ, ഒരാൾ മറ്റൊരാൾ ക്യാൻസൽ ചെയ്യുന്നത് കൊണ്ടോ, മരണം കൊണ്ടോ, ഭ്രാന്ത് കൊണ്ടോ, ബോധക്ഷയം കൊണ്ടോ, അങ്ങനെയൊക്കെ ക്യാൻസൽ ആകുന്നതാണ്. കണ്ടില്ലേ? ഇതാണ് തംഫസിഹു ബി ഫസ്ഖി അഹദിഹിമ, ഒരാൾ ഫസ്ഖ് ചെയ്താൽ, വബി മൗത്തിഹി, ഒരാൾ മരിച്ചാൽ, വജുനൂനിഹി, ഭ്രാന്തായാൽ, വയുഗ്മാഇഹി, ബോധക്ഷയമായ. ഇനി കം റുക്നല്ലിൽ വക്കാലത്തി വമാഹിയ, വക്കാലത്തിന്റെ റുക്നുകൾ എത്രയാണ്, ഏതൊക്കെയാണ്? അർബഅത്തുൻ, 4 വക്കാലത്തിന്റെ റുക്ന്. മുവക്കിൽ, ഏൽപ്പിക്കുന്ന ആള്, വക്കീല്, ഏൽപ്പിക്കപ്പെടുന്ന ആള്, മുവക്കൽ ഫിഹി, ഏൽപ്പിക്കപ്പെടുന്ന കാര്യം, 4 ഈജാബ്. അങ്ങനെ 4 ഷർത്തുകളാണ്, 4 റുക്നുകളാണ്. വമാഹിയ ഷുറൂത്തുൽ വക്കാലത്തി, വക്കാലത്തിന്റെ ഷർത്തുകൾ എന്തൊക്കെയാണ്? വക്കാലത്തിന്റെ ഷർത്തുകൾ യുസ്തറത്തു കൗനു കുല്ലി മിൻഹുമ ജായിസ തസറുഫ്, ഇത് അധികാരമുള്ള ആളായിരിക്കണം. പിന്നെ ഏൽപ്പിക്കുന്ന ആൾക്ക് ഏൽപ്പിക്കപ്പെടുന്ന വിഷയത്തിൽ അധികാരം ഉണ്ടാകണം. പിന്നെ ഏൽപ്പിക്കപ്പെടുന്ന കാര്യം കൃത്യമായിരിക്കണം, അത് വ്യക്തമായിരിക്കണം, ഏൽപ്പിക്കപ്പെടാൻ പറ്റുന്നതായിരിക്കണം. ഏൽപ്പിക്കപ്പെട്ട ആള് അതിനെ റദ്ദ് ചെയ്തിട്ടുണ്ടാകാൻ പാടില്ല. ഇങ്ങനെയാണ്. പിന്നെ വാദമു തഅലീഖ്, ഏൽപ്പിക്കുന്ന കാര്യത്തിന് അത് സുതാര്യമാകുന്നതിന് തടസ്സമാകുന്ന കണ്ടീഷൻ വെക്കാൻ പാടില്ല. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞത്. ഇനിയുള്ളത് നുഹല്ലിലുൽ മസ്അല, ഈ ചർച്ച ഒന്ന് ക്രമീകരിക്കുക, ഒന്ന് വിലയിരുത്തുക. അഖ്റൽത മിഅത്ത അൽഫിൻ, നിങ്ങൾ 1,00,000 കടം കൊടുത്തു. മിഅത്ത അൽഫ് റൂബിയ, 1,00,000 രൂപ കടം കൊടുത്തു. ലി സ്വദീഖിക, ചങ്ങാതിക്ക്. ലി മുദ്ദത്തി ഷഹരിൻ, ഒരു മാസത്തേക്ക്. ബി ഷർത്തി അൻ യഅമല ഫീ ദുക്കാനിക, എന്താണ് നിബന്ധന? അയാൾ നിങ്ങളെ സ്റ്റോറിൽ ജോലി ചെയ്യണം. തിൽക്കൽ മുദ്ദത്ത, ആ കാലയളവിൽ. അങ്ങനെ പറ്റുമോ? ഇപ്പൊ കടം കൊടുക്കുന്ന സമയത്ത് കടം കൊടുക്കുന്ന ആള് ഒരു ഉപകാരം ഡിമാൻഡ് വെക്കുന്നത് എന്താണ്? പലിശയാണ്, പാടില്ല. ഇനി രണ്ടാമത്തേത് ഇസ്തറക്ക ഇസ്നാനി ഫി തിജാറത്തിൻ ബിസഹ്മിൻ മുത്തസാവിൻ, 2 പേര് ഒരു കച്ചവടത്തില് കൂറായി, ഒരേപോലെയുള്ള വിഹിതമാണ് 2 പേരും. അല അന്ന തിസ്ഈന ഫിൽ മിഅ മിനർ റിബിഹി ലിവാഹിദിൻ മിൻഹുമ വലിൽ ആഖരി 40 മിനൽ ഫിയ 40 ഫിൽ മിഅ, ഒരാൾക്ക് 60% മറ്റൊരാൾക്ക് 40% ലാഭവിഹിതം എന്ന് തീരുമാനിക്കുന്ന രീതിയിൽ. ഇത് പാടില്ല. ശിർക്കത്തുൽ ഇനാന് ഒരേപോലെ ആയിരിക്കണം, ഓരോരുത്തരുടെയും വിഹിതം പോലെ ആയിരിക്കണം ലാഭവും
3 ഇസ്തസ്മർത്ത അൽഫ അൽഫ് റൂബിയത്തിൻ ഇന്ത താജിരി, ഒരു കച്ചവടക്കാരന്റെ അടുക്കൽ 10 ലക്ഷം രൂപ ഒരാൾ എന്ത് ചെയ്തു, ഡെപ്പോസിറ്റ് ചെയ്തു. അലാ യുഅ്തിയക അശറത്ത ആലാഫ് റൂബിയ ഷഹരിയൻ, മാസത്തിൽ 10,000 രൂപ ലാഭം തരണം എന്ന രീതിയിൽ. അതും പാടില്ല. അങ്ങനെ ഈ പറഞ്ഞ നമ്മൾ പഠിച്ചതനുസരിച്ച് ഇത് പാടില്ലാത്തതാണ്. ഇനി ഇതിലുള്ളതൊന്ന് പൂരിപ്പിക്കാനാണ്. ഇന്ന ഖിയാറക്കും അഹ്സനക്കും ഖളാഅൻ, നിങ്ങളിൽ ഏറ്റവും നല്ല ആള് നല്ല രീതിയിൽ പൂർത്തിയാക്കി വീട്ടുന്നവരാണ്. യദുൽ ആമിലി യദു അമാനത്തിൻ മാലം യുഖസ്സിർ, വിശ്വസ്തതയുടേതാണ് അവരുടെ അധികാരം. ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചത്. മുആമലത്തുമായി ബന്ധപ്പെട്ട 1-ാം ഭാഗമാണ്. ഒരു ഭാഗവും കൂടെ 10ാം ക്ലാസ്സിലെ പാഠത്തിലുണ്ട്. നമുക്ക് ഇതൊക്കെ വിശദമായി പിന്നീട് പഠിക്കാനുള്ളതാണ്. അതിന്റെ ചെറിയ ഭാഗങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ ഈ ഇടപാടുകളുടെ നിയമങ്ങളൊക്കെ പറയുന്നതിന്റെ മാനദണ്ഡം സുരക്ഷിതത്വവും സുസ്ഥിരതയുമാണ്. പരസ്പരം വഞ്ചിക്കപ്പെടാനുള്ള അവസരങ്ങൾ കുറയ്ക്കുക എന്നതാണ് ഇതിലെ പ്രധാന മാനദണ്ഡം. പഠിക്കാനും അത് ഉൾക്കൊള്ളാനും ജീവിതത്തിൽ അത് പ്രയോഗവൽക്കരിക്കാനും ഒക്കെ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ.